ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഓട്ടത്തിൽ വണ്ടി മിസ്സിങ് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹോണൊന്ന് പ്രസ് ചെയ്താൽ വണ്ടി അപ്പം തന്നെ ഓഫായി പോകും. ഈ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് രാവിലെ ഒരു MT-15 ഇടുക്കി ചെറുതോണിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ ആ വണ്ടിയുടെ കംപ്ലയിൻറ്റുകൾ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ് ഫുള്ള് നല്ല രീതിയിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇലക്ട്രിക്കൽ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് അവസാനം നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ഈ വണ്ടി കാണിച്ച ലക്ഷണങ്ങളും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലാത്ത പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അത് ഇതിൻ്റെ ഓണർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും റിപ്ലൈ ഇടാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാനും ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന സെൻസറാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതിൻ്റെ പേര് സൈഡ് സ്റ്റാൻഡ് സെൻസർ എന്ന് പറയും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി കസ്റ്റമർ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വെള്ളത്തിൽ കൂടി മുക്കി ഓടിച്ചിട്ടുണ്ടായി വണ്ടി. ഈ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് പുള്ളിക്ക് കംപ്ലയിൻറ്റ് നേരിട്ട് കാണാനും പറ്റി. ആ സംഭവം നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി നേരിട്ട് ഓടിച്ചു നോക്കി ആ കംപ്ലയിൻറ്റ് ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ ഈ MT-15 ഉള്ള ഒരു പരമാവധി വണ്ടി വെള്ളത്തിൽ കൂടി മുക്കി ഇറക്കി ഓടിക്കാതിരിക്കുക. അഥവാ അങ്ങനെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കംപ്ലയിൻറ്റ് വന്ന് വണ്ടി വഴി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തിടാം. ഈ പുള്ളിക്കാരന് ഈ വണ്ടിനോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ വണ്ടീനെ കൊണ്ട് നടന്നുണ്ട് ഈ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ അവസാനം ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് പുള്ളിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു വണ്ടിയുടെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് കൊടുത്തുള്ളൂ. പുള്ളിനെ ഞങ്ങൾ ഡയറക്റ്റ് കാണിച്ചു കൊടുത്തായിരുന്നു ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഇതുപോലെ കത്തിയിരിക്കണത്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മളെ വെള്ളത്തിൽ കൂടി ഇറക്കിയ വീഡിയോസൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ വണ്ടിയൊക്കെ ഫിക്സ് ചെയ്ത് പൂട്ടിയ നേരത്തെ പുള്ളി പറഞ്ഞ്, എന്നാൽ എനിക്ക് ചേട്ടാ സർവീസിൽ പെൻഡിങ് ആയിട്ടുള്ള ഫോർക്ക് ഓയിലും കൂടി ഒന്ന് മാറാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി നമ്മൾ റീപ്ലേസ് ചെയ്ത് നല്ല അടിപൊളിയാക്കി പുള്ളീനെ ഹാപ്പി ആക്കിയാണ് വിട്ടത്. അപ്പോൾ അടുത്ത സർവീസിന് ഇനി എത്ര കിലോമീറ്ററിൽ കൊണ്ടുവരണമെന്നൊക്കെ പുള്ളി ചോദിച്ച്. പുള്ളിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളുടെ വർക്ക്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനും നിങ്ങളുടെ വണ്ടിയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ പേജൊന്നും മറക്കാതെ ഫോളോ ചെയ്തിടാം. ലൊക്കേഷൻ ഞാൻ പേജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.